നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവത്തിന് മഹത്വം. വീണ്ടെടുപ്പിൻ നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിനായും സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ പ്രായശ്ചിത്തമായി തീർന്ന ഇന്നെന്ന പോലെ ഒരു ദിവസം, ഇവിടെ ഇന്നെന്ന പോലെ നിങ്ങൾക്ക് അവിടെ ആയില്ല, മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏകവും വിശുദ്ധവുമായ നാമത്തിൽ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു വെർച്വൽ കൂടിവരവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം അവസരം ഒരുക്കിയതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒപ്പം അതിന് അവസരം മാനുഷികമായി ഒരുക്കിത്തന്ന ദൈവസഭയോടും വിശേഷാൽ പശ്ചാത്താപനോടുമുള്ള കൃതജ്ഞതയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്രകാരം ദൈവസന്നിധിയിൽ നമുക്ക് ഒരു കൂട്ടായ്മ ആചരിക്കേണ്ടതിന് ദൈവം അവസരങ്ങളെ നൽകിയല്ലോ. കർത്താവിന്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. ചില പേരുകളും ചില പ്രൊഫൈൽ പിക്ചേഴ്സും ഒക്കെ പരിചയമുള്ളതുപോലെ തോന്നുന്നു. പരിചയമുള്ള പ്രിയപ്പെട്ടവർക്കായും ദൈവത്തിന് സ്തോത്രം. അവരോടൊക്കെ ചേർന്നുള്ള ഈ കൂട്ടായ്മയിൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. ലോകത്തെ മുഴുവനും ഗ്രസിച്ചിരിക്കുന്ന, കേൾക്കാമല്ലോ എല്ലാവർക്കും, ലോകത്തെ മുഴുവനും ഗ്രസിച്ചിരിക്കുന്ന വല്ലാത്ത രോഗഭീതിയും മരണഭീതിയും മറ്റ് ആശങ്കകളുമൊക്കെ ഉള്ളപ്പോൾ ദൈവത്തിന്റെ ജനത്തിന് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ അവസരങ്ങൾ ദൈവം നൽകുന്നല്ലോ. നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി, നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിട്ടുള്ള സന്തോഷത്തിനായി, സമാധാനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള സഭയായിട്ടുമുള്ള വന്ദനങ്ങളെ നിങ്ങളേവരെയും വിശേഷിച്ച് അവിടെയുള്ള ദൈവസഭയെയും ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് തമ്മിൽ പരിചയപ്പെടുവാനും അന്ന് മുതൽ ദൈവസ്നേഹത്തിൽ ഒരുമിച്ച് ആയിരിക്കുന്നതിനും ദൈവം അവസരങ്ങളെ തരുന്നു. നേരിൽ ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കാണുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ദൈവം അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കർത്തൃദാസന്റെ അവിടുത്തെ ശുശ്രൂഷ തിരുനാമത്തിന്റെ മഹത്വത്തിനായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മിക്കപ്പോഴും യോഗങ്ങളുടെ തുടക്കത്തിൽ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, ഇന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം തുടങ്ങിയതിനു ശേഷം പല പ്രാവശ്യം അതിൽ ചില പ്രയോഗങ്ങൾ, ഫ്രേസുകൾ ആവർത്തിച്ചപ്പോൾ സന്തോഷം തോന്നി. അതുകൊണ്ട് ഞാൻ ആ 3 ഫ്രേസുകൾ ഇവിടെയും കൂടെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിന്റെ പ്രിഫേസിൽ മുഖവുരയിൽ കണ്ട 3 വാചകങ്ങളാണ്. എന്നെ അത് വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ ശുശ്രൂഷയുടെയൊക്കെ ലക്ഷ്യമായിട്ട് ഞാൻ അതിനെ പലപ്പോഴും കൊണ്ടു നടക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ മിക്ക യോഗങ്ങളിലും അതേക്കുറിച്ച് പ്രസ്താവിക്കാറുള്ളത്. അതിവിടെയും കൂടെ പ്രസ്താവിക്കുന്നതിൽ സന്തോഷമുണ്ട്. അദ്ദേഹം എഴുതിയിരുന്ന 3 കാര്യങ്ങൾ, അദ്ദേഹം എഴുതിയത് ആ പുസ്തക വായനയിലൂടെ ഇത് 3 സാധ്യമാകട്ടെ എന്നായിരുന്നു. എന്നാൽ നാം അതിനെ നമ്മുടെ ഒരുമിച്ചുള്ള കൂടിവരവിലൂടെ ഈ ലക്ഷ്യങ്ങൾ സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തേത് അദ്ദേഹം പറഞ്ഞതാണ്, ടു നോ ക്രൈസ്റ്റ് മോർ ക്ലിയർലി. 2, ടു ഫോളോ ക്രൈസ്റ്റ് മോർ നിയർലി. 3, ടു ലവ് ക്രൈസ്റ്റ് മോർ ഡിയർലി. അപ്പോൾ കർത്താവായ യേശുവിനെ കൂടുതൽ വ്യക്തമായിട്ട് അറിയുവാനും
യേശു കർത്താവിനോട് കുറച്ചുകൂടെ അടുത്ത് ചെന്ന് യേശുവിനെ അനുഗമിക്കുവാനും കർത്താവിനെ കുറച്ചുകൂടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഹൃദ്യമായി സ്നേഹിക്കുവാനും നമുക്ക് ഇടയാകട്ടെ. അതെ, നാം ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ആദ്യ സമയത്തേക്കാൾ ഈ യോഗം അവസാനിക്കുമ്പോഴേക്കും കർത്താവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടേത് കുറച്ചുകൂടെ വ്യക്തമാകണം. കുറച്ചുകൂടെ കർത്താവിനോട് നമുക്ക് അടുക്കണം. നമുക്ക് കർത്താവിനെ കുറച്ചുകൂടെ സ്നേഹിക്കണം. സ്തോത്രം. അതിന് ദൈവം നമ്മെ ഒരുക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ചെറിയ ക്ലിപ്പ് ഒരാളെ, എൻ്റെ ഒരു സ്നേഹിതൻ അയച്ചു തന്നു. ഏതോ ഒരു വിദേശ രാജ്യത്ത് ഒരു പ്രസംഗത്തിനിടയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഐ ലവ് യു 99%. 99% ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അദ്ദേഹം എന്നിട്ട് ചോദിച്ചു, നിങ്ങള് കല്യാണം ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ വുഡ് ബി സ്പൗസ്, നിങ്ങളുടെ ജീവിത പങ്കാളിയാകാൻ പോകുന്നയാള് നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ നേരത്തെ എനിക്കൊരു ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ നിങ്ങളെ കണ്ടതിന് ശേഷം നിങ്ങളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. ഞാൻ നിങ്ങളെയാണ് അധികം സ്നേഹിക്കുന്നത്. 99% ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ 1% എനിക്കൊരു പെർമിഷൻ തരണം. മാസത്തിൽ ഒരിക്കൽ എൻ്റെ ആ കൂട്ടുകാരനുമൊത്ത് അല്ലെ കൂട്ടുകാരിയുമൊത്ത് ഒരു ദിവസം ചെലവഴിക്കണം. മറ്റ് യാതൊരു ബന്ധങ്ങളും ഉണ്ടാവത്തില്ല. അദ്ദേഹം അതിനകത്ത് പറഞ്ഞത്, നോ ടച്ചിങ്, നോ കിസ്സിങ്, നോ റിലേഷൻ, നത്തിങ്, ബട്ട് ജസ്റ്റ് ബി വിത്ത് ഹിം ഓർ ഹെർ ഫോർ 1 day in a month. ഒരു 99% സ്നേഹം നമ്മുടെ സ്പൗസ് നമുക്ക് തരികയാണെങ്കിൽ, ജീവിത പങ്കാളി നമുക്ക് തരികയാണെങ്കിൽ, നാം അതിന് യേശു പറയുമോ? നാം അതിന് തൽപരരാകുമോ? നാം അതിൽ സന്തുഷ്ടരാകുമോ? നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്നും 99% സ്നേഹം നമുക്ക് കിട്ടി. ആ 1% മറ്റാർക്കെങ്കിലും കൊടുക്കുവാൻ നാം അനുവദിക്കത്തില്ലെങ്കിൽ, സ്തോത്രം, തൻ്റെ ജീവനെ നമുക്ക് തരുന്നത് വരെയും നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവ് സ്വർഗ മഹിമകളെ മുഴുവനും ഉപേക്ഷിച്ച് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ച, നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ച നമ്മുടെ കർത്താവ് നമ്മിൽ നിന്നും 99% അല്ല സ്നേഹം ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായും അവൻ നാം സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു ശിഷ്യനോടുള്ള ചോദ്യം, ഞാൻ മിക്കപ്പോഴും ഓർക്കുകയും ഓർപ്പിക്കുകയും ചെയ്യാറുണ്ട്. അത് നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന ചോദ്യമല്ല, നീ എനിക്ക് എന്തെങ്കിലും തരുമോ എന്നുള്ള ചോദ്യമല്ല, നീ എന്ത് എനിക്ക് വേണ്ടി ചെയ്യും എന്ന ചോദ്യമല്ല, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുമല്ല ആ ചോദ്യം. പകരം ഇവയിൽ അല്ലെങ്കിൽ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. സ്തോത്രം. അതുകൊണ്ട് ഇന്നും ഈ സന്ധ്യയിൽ, മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് സമയങ്ങളായിരിക്കാം, ഈ പ്രത്യേക സമയത്തും ദൈവത്തിന് നമ്മോട് ചോദിപ്പാനുള്ളത്, നമ്മിൽ നിന്നും അറിയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ: മറ്റ് ആരെക്കാളും അധികം, മറ്റ് എന്തിനേക്കാളും അധികം നാം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? സ്തോത്രം. സ്വന്തം പുത്രനേക്കാൾ അധികം നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവം, സ്വന്തം സ്വർഗീയ മഹിമകളേക്കാൾ അധികം നമ്മോട് കൂടെ ഉള്ള വാസം ഇഷ്ടപ്പെട്ട് ഇറങ്ങി വന്ന, മനുഷ്യനായി ജഡമെടുത്ത നമ്മുടെ കർത്താവ്, ക്രൂശിൽ തന്റെ ജീവൻ പരമയാഗമാക്കി തീർത്ത നമ്മുടെ കർത്താവ് ഇന്ന് നമ്മോട് ചോദിക്കുന്ന ചോദ്യം, സ്തോത്രം, നാം ഏറ്റവും അധികമായി നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ സമയത്ത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന് വിധേയപ്പെടുത്തേണ്ടതിന് നമുക്ക് സമർപ്പിക്കാം. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു.
അല്പനേരം തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ നാം കൊണ്ടുപോവുകയാണ്. സ്തോത്രം. നാം അറിയുന്നത് പോലെ ലോകമെമ്പാടും ആശങ്കയിലാണ്, ഭീതിയിലാണ്. രോഗത്തിന്റെ ഭീതിയുണ്ട്, മരണത്തിന്റെ ഭീതിയുണ്ട്, വേറെയും ഒത്തിരി തരത്തിലുള്ള ഭയങ്ങൾ, ഭീതികൾ ജനത്തെ പിടികൂടിയിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഈ പ്രത്യേക സമയത്തും സന്തോഷിപ്പാനും ആശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും വകയുള്ളത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ യേശു കർത്താവിനെ നമുക്ക് എങ്ങനെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. How can we experience our Lord in the midst of troubles, sufferings, afflictions, challenges of our lives? നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ, വെല്ലുവിളികളിലൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ കർത്താവിനെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കംഫർട്ടിംഗ് മെസ്സേജ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി നാം എടുക്കുന്ന ഭാഗം യേശുക്രിസ്തുവിന്റെ ഏറ്റവും വത്സല ശിഷ്യനായിരുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപിൽ യേശുക്രിസ്തുവിനെ അനുഭവിച്ച പാഠത്തിൽ നിന്നുമാണ്. സ്തോത്രം. കുഞ്ഞാടിന്റെ പുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന, ഏഴുകളുടെ പുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന, സമ്പൂർണതകളുടെ അല്ലെങ്കിൽ തികവുകളുടെ പുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമാണ് ഇന്ന് നമ്മുടെ ചിന്ത. ഞാൻ പറഞ്ഞതുപോലെ വെരി സിമ്പിൾ കംഫർട്ടിംഗ് മെസ്സേജ് ആണ് നിങ്ങളുമായി ഞാൻ ഇന്ന് പങ്കുവയ്ക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിന്റെ കൂടുതൽ വിവരണങ്ങളിലേക്ക് പോകുന്നില്ല. സ്തോത്രം. From the book of Revelation, which is called the book of the Lamb, the book of the Lamb of God, which is also called the book of consummations, also called the book of sevens. സ്തോത്രം. ആ പുസ്തകത്തിൽ നിന്ന് how John, the beloved disciple of Jesus Christ, could experience Jesus Christ in the time of his trials and afflictions, loneliness. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ജീവിത സായാഹ്നത്തിൽ, എന്റെ ചിന്തയിൽ ഏകദേശം 100 വയസ്സുള്ള ഒരു അപ്പച്ചനായിട്ടിരിക്കുമ്പോൾ, ഏകദേശം 100 വയസ്സ് പ്രായമുണ്ടാകും ആ ദൈവദാസന്. മറ്റുള്ളവരുടെ സ്നേഹവും മറ്റുള്ളവരുടെ ശുശ്രൂഷയും അവരുടെ കൂട്ടായ്മയും ഒക്കെ ഏറ്റവും അധികം ആഗ്രഹമുള്ള, ആവശ്യമുള്ള ഒരു സമയമാണ്. തന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് അപ്പോസ്തലന്മാരെല്ലാവരും രക്തസാക്ഷികളായി മാറിയ, അതിനുശേഷമുള്ള ജീവനോടിരിക്കുന്ന ഏക അപ്പോസ്തലൻ, യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഏക അപ്പോസ്തലൻ. John was in very much mental agony, must have been, because all other apostles were martyred. He alone was left among them, and he was at the end of his life, but now he is in utmost need of companionship, fellowship, service from others, help from others, but now he is in trouble, loneliness. തന്റെ ജീവിതത്തിന്റെ ഒരുപക്ഷെ ഏറ്റവും പ്രയാസകരമായ ഒരനുഭവം. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കഷ്ടതകളെ, വെല്ലുവിളികളെ നേരിടുവാൻ വലിയ പ്രയാസമില്ല. എന്നാൽ പ്രയാസങ്ങളോ മറ്റ് പ്രതികൂലങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒറ്റയ്ക്കാണെങ്കിൽ അത് വളരെ പ്രയാസകരമായി നമുക്കറിയാം. ഇവിടെ പ്രയാസങ്ങളുടെ പാരമ്യത്തിലും
ഈ കർത്താവിന്റെ ദാസൻ ഏകനായിട്ട് കഴിയുന്നു. എന്നാൽ തൻ്റെ ആ ജീവിതത്തിന്റെ കഷ്ടപൂർണമായ അവസ്ഥകളിൽ താൻ ക്രിസ്തുവിനെ അനുഭവിച്ച അനുഭവമാണ് നാം ഒരുമിച്ച് ഇന്ന് രാവിലെ ഈ സമയത്ത് വൈകുന്നേരത്ത് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഞാൻ അതിനു വേണ്ടി 1-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങളാണ് എടുക്കുവാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. അവിടെ നാം വായിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, John is introducing himself to the readers, to the recipients of this book. ഈ പുസ്തകത്തിന്റെ സ്വീകർത്താക്കളോട് യോഹന്നാൻ തന്നെ ആദ്യം പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അവിടെ താൻ പറയുന്നത്, I am your brother. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. I John your brother. 1-ാമത്തെ പാഠം. സ്തോത്രം. John is introducing himself to the readers of this book, the believers, universal church. He says, I am your brother. ഞാൻ നിങ്ങളുടെ സഹോദരനാണെന്ന് പ്രായം കൊണ്ട് അനുഭവം കൊണ്ട് ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുന്നു. സ്തോത്രം. അതിൽ ഒന്ന് യോഹന്നാന്റെ താഴ്മ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ പറയുകയായിരുന്നു, അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. മാന്യമായി ശുശ്രൂഷിക്കുന്ന, വചനം നന്നായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ. അദ്ദേഹം പറയുകയായിരുന്നു, നമ്മളാരും ഒരാളിനോട് പരിചയപ്പെടുന്ന സമയത്ത് പാസ്റ്റർ സോ ആൻഡ് സോ എന്ന് പൊതുവെ പറയാറില്ല. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിലെങ്ങാണമേ ഞാനൊരു പാസ്റ്റർ ആണെന്നൊക്കെ പറയത്തുള്ളൂ, ഇല്ലെങ്കിൽ പേര് പറഞ്ഞ് അങ്ങ് പരിചയപ്പെടുത്താറേ ഉള്ളൂ. പക്ഷെ ആ കാലമൊക്കെ മാറിയിട്ട് ഇപ്പോൾ സ്വയം പാസ്റ്റർ എന്നും പിന്നെ റെവറൻഡ് എന്നും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് അദ്ദേഹം പറയുകയായിരുന്നു, പാസ്റ്റർ എന്നും ഒക്കെ പറയുന്നതിനേക്കാൾ ഇന്നത്തെ കാലത്ത് കൂടുതൽ സ്വീകാര്യമായിരിക്കുന്ന ഒരു ടൈറ്റിലാണ് പ്രോഫറ്റ് സോ ആൻഡ് സോ എന്ന് പറയുന്നത്. പ്രോഫറ്റ് സോ ആൻഡ് സോ. ഇന്ന് ഒത്തിരി പേര് സോഷ്യൽ മീഡിയ നിങ്ങൾ നോക്കിക്കോളൂ, ഇന്ന് അങ്ങനെയാണ് വിളിക്കപ്പെടുന്നത്. എന്നാൽ ഇത്ര ഉയർന്ന തലത്തിൽ നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ മാറോട് ചാരിയിരുന്ന, ക്രിസ്തുവിനെ നേരിൽ കണ്ടിട്ടുള്ള, സ്തോത്രം, യേശു ക്രിസ്തുവിന് പകരം ക്രിസ്തുവിന്റെ അമ്മയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് വരെയും കർത്താവിനെ വിട്ടുപോകാതെ പിന്തുടർന്ന, മരണശേഷവും യേശുവിന്റെ ശവശരീരം ഏറ്റെടുത്ത് കല്ലറയിൽ അടക്കുവാൻ വേണ്ടി യോസഫിന്റെ കൂടെ കൂടിയ, അത്ര കർത്താവിനെ സ്നേഹിച്ച ഒരു ശിഷ്യൻ. ഇപ്പോൾ പ്രായവും 100-നടുത്തുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ക്രൈസ്തവ നേതാക്കളിലും ഏറ്റവും ഉയർന്ന തലത്തിലുള്ള അദ്ദേഹം. പക്ഷേ താൻ സഭയിലെ ഏറ്റവും നിസ്സാര എന്ന് നമുക്ക് വിളിക്കാൻ തോന്നുന്ന ഏറ്റവും പുതിയ വ്യക്തിയോട് വരെ തന്നെ താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യം കേട്ടോ, I am your brother. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. സഹോദരൻ എന്ന മലയാളം വാക്കിനെ സാധാരണ പിരിച്ചെഴുതാറുണ്ട് സഹ ഉദരൻ എന്ന്. സഹ ഉദരൻ എന്ന് പറഞ്ഞാൽ ഒരേ അമ്മയുടെ, ഒറ്റ അമ്മയുടെ ഉദരം പങ്കുവെച്ചയാളെന്നാണ് സഹോദരൻ എന്നതിന്റെ അർത്ഥം. അമ്മയുടെ ഒറ്റ അമ്മയുടെ ഒറ്റ ഉദരം പങ്കുവെച്ചയാൾ. ബ്രദർ, in its meaning, we can understand that the one who shared the womb with, the womb, the same womb I shared with you. That is the meaning of brother. So John is introducing himself as our brother. That means we are brothers and sisters. Because of this idea, we often call our Christian fellow Christians brother or sister. നമ്മള് സഹോദര സഹോദരി എന്നൊക്കെ തമ്മിൽ വിളിക്കുവാൻ ഇതാണ് കാരണം.
ഒറ്റ അപ്പന്റെ മക്കളായി, ഒറ്റ വീട്ടിലെ അംഗങ്ങളായി ദൈവം നമ്മെ തീർത്തിരിക്കുകയാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല, ചിലപ്പോൾ ഒരിക്കൽ കാണാനും സാധ്യതയില്ല. പല ഭാഷക്കാരോ പല സംസ്കാരക്കാരോ പല ഭൂഖണ്ഡങ്ങളിൽ പാർക്കുന്നവരോ ഒക്കെ പോലും തമ്മിൽ സഹോദരങ്ങൾ എന്ന ഒരു വലിയ ബന്ധമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. നാം അങ്ങും ഇങ്ങും ആയിരിക്കുന്നെങ്കിലും ആ സാഹോദര്യ ബന്ധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. വിശേഷിച്ച് ഒരു കൂട്ടായ്മയിൽ കൂടുന്നവർ അല്പമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിമിത്തം സഹോദരനെ ശത്രു എന്ന നിലയിൽ കാണുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് സഭയായിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ നാം ഇന്ന് പകലിൽ മനസ്സിലാക്കണം, നമ്മോട് കൂടെ അപ്പം പങ്കുവയ്ക്കുന്ന, പാനപാത്രം പങ്കുവയ്ക്കുന്ന, നമ്മോടുകൂടെ ഒരേ കൂട്ടായ്മയിലായിരിക്കുന്ന സഹോദരങ്ങളെ പോലും, പാസ്റ്റേഴ്സിനെ പോലും, പാസ്റ്റേഴ്സും വിശ്വാസികളും തമ്മിലും ഈ ഒരു സാഹോദര്യ ബന്ധം പലയിടങ്ങളിലും കാണുവാനായിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നാം പല സഭകളിൽപ്പെട്ടവരാകാം. പ്രത്യേകിച്ച് ഹോസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സഭയുണ്ട്. നാം എല്ലാവരോടുമുള്ള ദൈവിക സന്ദേശം ഈ പ്രത്യേക സമയത്ത് നാം തമ്മിൽ ആചരിക്കേണ്ട സാഹോദര്യ ബന്ധമാണ്. ഇന്ന് സാക്ഷാൽ സഹോദരങ്ങൾ പോലും അല്പമായ കാര്യങ്ങളുടെ മുൻപിൽ, നമ്മുടെ കേരളത്തിന്റെ ഭാഷ പറഞ്ഞാൽ ഒരല്പം ഒട്ടുപാലിന് വേണ്ടി, ഒരു ഷീറ്റ് റബ്ബറിന് വേണ്ടി സാഹോദര്യ ബന്ധത്തെ കവിഞ്ഞ് ശത്രുത പുലർത്തുന്നവരെ എനിക്ക് നേരിട്ടറിയാം. പ്രിയരെ, നമ്മുടെ ഇടയിൽ അതുണ്ടാകരുത്, നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. പകരം സ്നാപക യോഹന്നാനും നമ്മുടെ കർത്താവായ യേശുവും ഒക്കെ നമ്മെ പഠിപ്പിച്ച ഒത്തിരി സത്യങ്ങളുണ്ട്. അപ്രകാരം നാം ഈ ഭൂമിയിൽ ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ ആധാരമായി കണ്ടുകൊണ്ട്, നിക്ഷേപമായി കണ്ടുകൊണ്ട്, സ്നേഹത്തോടും ക്ഷമയോടും മറ്റുള്ളവരെ ഉൾക്കൊണ്ടും കൊണ്ട് ജീവിക്കണം എന്ന പ്രബോധനം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു. I am your brother, ഞാൻ നിങ്ങളുടെ സഹോദരൻ. രണ്ടാമത് യോഹന്നാൻ പറയുകയാണ്, I am your companion. I am your companion. Companion means sharer, participator. നിങ്ങളുമായിട്ട് സകലവും തുല്യമായി പങ്കുവയ്ക്കുന്നയാള്. ഇവിടെ ഒരു കമ്പാനിയൻ എന്ന നിലയിൽ, എ പാർട്ടിസിപ്പേറ്റർ എന്ന നിലയിൽ, ഒരു കൂട്ടാളി എന്ന നിലയിൽ നാം തമ്മിലും കൂട്ടാളികളാണ്, നാം ക്രിസ്തുവിനോടും കൂട്ടാളികളാണ്. യോഹന്നാൻ ഇവിടെ ക്രിസ്തുവിനോടുമുണ്ട് ഒരു കൂട്ടായ്മ, നാം തമ്മിലുമുണ്ട് ഒരു കൂട്ടായ്മ. എന്താണ് നാം തമ്മിലും ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ? അവിടെ യോഹന്നാൻ പറയുന്നു, 3 കാര്യങ്ങളിൽ നാം തമ്മിലും ക്രിസ്തുവിനോടും നമുക്ക് കൂട്ടായ്മയുണ്ട്. ഇൻ ട്രിബുലേഷൻ, ഇൻ കിങ്ഡം ആൻഡ് പേഷ്യന്റ് എൻഡ്യൂറൻസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. 3 കാര്യങ്ങളിൽ നമുക്ക് കൂട്ടായ്മ ഉണ്ടാകണം. പ്രത്യേകിച്ച് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ വായിക്കുന്നു, യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. സ്തോത്രം. നാം തമ്മിൽ സഹോദരങ്ങളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പങ്കുവയ്ക്കുവാൻ ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ, യേശുക്രിസ്തുവിന്റെ മഹത്വം അഥവാ രാജത്വം, യേശുക്രിസ്തുവിന്റെ സഹിഷ്ണുത നാം പങ്കുവയ്ക്കണം. ക്രിസ്തുവിനോട് ഈ 3 കാര്യങ്ങളിലും നാം കൂട്ടാളികളായിരിക്കണം. സ്തോത്രം. ഈ 3 ഓപ്ഷൻ, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയ്ക്ക് ഈ 3 ഓപ്ഷൻ നമുക്ക് തന്നാൽ നാം അതിൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? ട്രിബുലേഷൻ ഓർ സഫറിങ്സ്, കിങ്ഡം ഓർ ഗ്ലോറി, ആൻഡ് എൻഡ്യൂറൻസ്, പേഷ്യൻസ്. ഈ 3-ൽ നാം തിരഞ്ഞെടുക്കുവാൻ കണ്ണുമടച്ച് നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കുന്നത് കിങ്ഡം, ഗ്ലോറി, മഹത്വമായിരിക്കും. മറ്റേത് 2 എടുക്കാൻ ആള് കാണത്തില്ല. ഈ 3 വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം കർത്താവ് നമ്മുടെ മുൻപിൽ വെക്കുകയാണെങ്കിൽ, ഒരു ബഫറ്റ് സിസ്റ്റം പോലെ കൊണ്ട് വെക്കുകയാണെങ്കിൽ, അതിലെ ആ ഒരു രാജ്യത്തിന്റെ മഹത്വത്തിന്റെ ബൗള് ഫുൾ
ആദ്യമേ തന്നെ കാലിയാകും. മറ്റേത് രണ്ടിലും പലരും തൊടാൻ സാധ്യതയില്ല. മഹത്വത്തിന്റെ ബൗള് കാലിയായാലും ഇനിയും അതിൽ കൊണ്ടിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യൂ നിന്നേക്കാം, എന്നാലും മറ്റേത് രണ്ടും എടുക്കാൻ ഇടയില്ല. എന്നാൽ ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് ഇതിൽ മൂന്നിലും പങ്കാളിയാണ്. ഇന്ന് ഈ സമയത്ത് ദൈവാത്മാവിന്റെ ശാന്തമായ സ്വരം നാം കേൾക്കണം. ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കാളികളാകാൻ, ക്രിസ്തുവിന്റെ രാജ്യത്തിൽ പങ്കാളികളാകാൻ നാം പലപ്പോഴും ആഗ്രഹിക്കുന്നെങ്കിൽ സ്തോത്രം, നമുക്കൊരു വലിയ ആവശ്യമുണ്ട്. നാം യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകണം, യേശു ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലും പങ്കാളികളാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ മഹത്വത്തിൽ, അവന്റെ രാജ്യത്തിൽ പങ്കാളികളാകുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നാം പുതിയ നിയമത്തിൽ വായിക്കുന്നത്, സഹിച്ചാൽ കൂടെ വാഴാം. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നാം പങ്കാളികളാകാത്തിടത്തോളം കാലം യേശു ക്രിസ്തുവിന്റെ തേജസ്സിലും മഹത്വത്തിലും പങ്കാളികളാകുവാൻ നമുക്ക് സാധ്യമല്ല. സ്തോത്രം. അതുകൊണ്ടാണ് പഴയ ഒരു പ്രോവർബ് ഉണ്ടല്ലോ, ഒരു ക്രിസ്ത്യൻ പ്രോവർബ്, നോ ക്രൗൺ വിതൗട്ട് ക്രോസ്, കുരിശില്ലാതെ കിരീടമില്ല എന്ന പ്രയോഗം അങ്ങനെ ഉണ്ടായതാണ്. സ്തോത്രം. Here John is introducing himself as a companion with Jesus Christ in particularly three things: in his sufferings, in his glory or in his exaltation, and also in his patient endurance. Yes, beloved sisters and brothers, until and unless we be partakers in the sufferings of Christ and patience of Christ, we cannot be partakers in the glory, in the exaltation of Christ Jesus. യേശു ക്രിസ്തുവിന്റെ മഹത്വം നമുക്ക് പ്രാപിക്കണമെങ്കിൽ നാം ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളായി തീരണം. അങ്ങനെ ഈ രണ്ട് സംഗതികളിൽ യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് മൂന്നാമത് യോഹന്നാൻ വേഴ്സ് നമ്പർ 9 again, 9ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ വീണ്ടും പറയുന്ന കാര്യമുണ്ട്. I was on the Isle of Patmos on account of the word of God and the testimony of Jesus Christ. ഞാന് ദൈവത്തിന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ I was committed to abide by the word of God at Pentecost. Because of my commitment to the commandments of God revealed in his word, I am now here in this isle. അവിടെ അദ്ദേഹം പറയുന്നത്, ദൈവത്തിന്റെ വചനം ഏത് സമയത്തും അനുസരിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരുന്നത് കൊണ്ട്, ദൈവവചനത്തിന്റെ അനുസരണത്തിനായിട്ടുള്ള സമർപ്പണം എന്നെ കൊണ്ടെത്തിച്ചത് ഈ ഏകാന്തതയുടെ, തള്ളപ്പെടലിന്റെ, വാനിഷിങ്ങിന്റെ ഈ പത്മോസ് ദ്വീപിലാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ 9ാമത്തെ വാക്യത്തിൽ നിന്ന് തന്നെ വളരെ ആഴമേറിയ സത്യങ്ങൾ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിപ്പാനായിട്ടുണ്ട്. നാം അതിന് വളരെ ചെവി കൊടുക്കണം. പ്രത്യേകിച്ച് നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം പ്രസംഗകരുടെ പെരളയുള്ള ഒരു കാലഘട്ടമാണ്. ആരും ഇന്ന് ഭയങ്കര പ്രസംഗകരാ. വെറും പ്രസംഗകരെ മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രോഫറ്റ്സ് ആൻഡ് അപ്പോസ്റ്റൽസ്, പ്രവാചകന്മാരും അപ്പോസ്തലന്മാരുമായിട്ടുള്ള പ്രസംഗകരാണെന്ന്. അത്ഭുതങ്ങൾ നടത്തുന്നവർ, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവർ, യൂറോപ്പിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലഞ്ച് കഴിക്കാൻ വേറെ ഒരു കോണ്ടിനെന്റിലേക്ക് പറന്നു പോകുന്നവർ, ഒരു കാല് ഏഷ്യയിലും മറ്റേ കാല് ഓസ്ട്രേലിയയിലും വെച്ച് ശുശ്രൂഷിക്കുന്നവർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ട ഒരു പ്രവചനത്തിൽ നിന്നാണ് ഈ വാക്കുകൾ എടുക്കുന്നത്. എന്റെ വാക്കുകളല്ല, പ്രവാചകന്റെ പ്രവചിച്ച അതേ ഫ്രേസ് ആയത്. ഒരു കാല് ഈ ഭൂഖണ്ഡത്തിലും അപ്പോൾ തന്നെ മറ്റേ കാലം മറ്റേ കോണ്ടിനെന്റിലും വെച്ചുകൊണ്ട് ശുശ്രൂഷിക്കും. അങ്ങനെയുള്ള
പ്രസംഗകരും പ്രവാചകരും അപ്പോസ്തലന്മാരും ഒത്തിരി വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. അവരിൽ നിന്ന് നമുക്ക് പലപ്പോഴും കേൾപ്പാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനം അനുസരിക്ക്, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കാത്ത നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും ഉണ്ടാവില്ലെന്ന്. എന്നാൽ ഇവിടെ യേശുവിന്റെ തിരുമാറോട് ചാരിയിരുന്ന് യേശു ക്രിസ്തുവിന്റെ സ്തോത്രം ഹൃദയത്തിന്റെ ബീറ്റ്സ്, സ്പന്ദനങ്ങളെ എണ്ണിക്കൊണ്ട് ഒരുപക്ഷെ യേശുവിന്റെ താടി തടകി യേശുവിന്റെ ഹൃദയ രഹസ്യത്തെ ചെവിയിൽ കേട്ട ഭക്തനായ യോഹന്നാൻ പറയുകയാണ്, I was committed to abide by the word of God. ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ ഞാൻ സമർപ്പിതനാണ്. പക്ഷേ my commitment to the word of God brought me to this vanishing Isle of Patmos. ഇന്ന് നാം ഈ സത്യം മറക്കരുത്. ദൈവവചനം അനുസരിക്കുവാൻ നാം നമ്മെ സമർപ്പിക്കുന്നെങ്കിൽ, നിങ്ങളെ സമർപ്പിക്കുന്നെങ്കിൽ, സ്തോത്രം, എനിക്കും നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നത് ലാഡേഴ്സ് ആയിരിക്കില്ല. ഒരുപക്ഷെ നമുക്ക് ചാടി കയറാനുള്ള ഏണികളായിരിക്കത്തില്ല. പക്ഷേ എനിക്കും നിങ്ങൾക്കും വേണ്ടി വചനമനുസരിക്കുന്ന നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പത്മോസ് ദ്വീപുകളായിരിക്കുമെന്ന്, ഒറ്റപ്പെടുത്തലുകളായിരിക്കുമെന്ന്, നാടുകടത്തലുകളായിരിക്കുമെന്ന് ഇന്ന് നാം അറിയാതിരിക്കരുത്. സ്തോത്രം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ വചനം ഇങ്ങനെയുള്ള ക്ലേശങ്ങളുടെ നടുവിലും അനുസരിക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ച ഒരു ന്യൂനപക്ഷം ഈ കാലഘട്ടത്തിലും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ, സ്തോത്രം, ഇന്നും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ കുറിച്ച് ഞാൻ ഹൃദയം തുറന്ന് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇത് മാത്രമാണ്. Even at the cost of vanishing, even at the cost of a martyrdom, even at the cost of being banished from all our legitimate rights, be committed to obey the word of God. എനിക്കും നിങ്ങൾക്കും ന്യായമായിട്ട് ലഭിക്കേണ്ട അവകാശങ്ങളിൽ നിന്ന് പോലും നാം ദൂരെ മാറ്റപ്പെട്ടാലും, സ്തോത്രം, പ്രിയപ്പെട്ടവരെ, യോഹന്നാനെ പോലെ ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ, വചനത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാൻ, സ്തോത്രം, ഇന്നും നാം സമർപ്പിതരായിരിക്കൂ. ഒരുപക്ഷെ അത് നിമിത്തം ഭൗമികമായ ഉയർച്ചകൾ നമുക്ക് ലഭിച്ചെന്ന് വരികയില്ല. ഒരുപക്ഷെ ലോകത്തിന്റെ അംഗീകാരം നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഈവൻ ക്രിസ്തൻഡം, ഇന്നത്തെ ക്രൈസ്തവ ലോകം പോലും നമ്മെ അംഗീകരിച്ചു എന്ന് വരികയില്ല. നമ്മുടെ കൂടെയുള്ള സഹോദരി സഹോദരന്മാർ നമ്മളെ മണ്ടന്മാരെന്ന് വിളിച്ചേക്കാം. സ്തോത്രം. സ്മാർട്ട് അല്ലെന്ന് പറഞ്ഞേക്കാം. സ്തോത്രം. ക്രൗഡ് പുള്ളർ അല്ലെന്ന് പറഞ്ഞേക്കാം. സാരമില്ല. അപ്പോഴും ദൈവത്തിന്റെ വചനം എന്ത് വില കൊടുത്തും അനുസരിക്കുവാൻ ഞാൻ നിങ്ങളും തയ്യാറായാൽ, സ്തോത്രം, നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവിനെയാണ് യോഹന്നാൻ ഈ ഭാഗങ്ങളിൽ നിന്നും നമ്മെ പരിചയപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് വചനമനുസരിക്കുവാൻ വേണ്ടി സമർപ്പിക്കാം. അടുത്ത കാര്യം യോഹന്നാൻ പറയുന്നു, because of the testimony for Jesus Christ. യേശുവിന്റെ സാക്ഷ്യം നിമിത്തം ഞാൻ ഈ പത്മോസ് എന്ന ദ്വീപിലായി പോയി. സ്തോത്രം. അതെ, യേശു ക്രിസ്തുവിന്റെ സാക്ഷികളാകാനാണല്ലോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ വിളി, നമ്മുടെ സ്തോത്രം നിയോഗം യേശുവിന്റെ സാക്ഷികളാകാനാ. എന്തിന്? അതുകൊണ്ടാണല്ലോ ആക്ട്സ് 1:8 അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, എന്നിട്ട് എന്റെ സാക്ഷികളാകും. സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ to be the witnesses of Christ, to bear witness to the empty tomb of Christ, to bear witness to the resurrection of Jesus Christ, യേശു ക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷികളാകാൻ, യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു എന്ന് ജീവൻ പണയം വെച്ചും ലോകത്തിന്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുക, കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ നമുക്ക് യേശുവിന്റെ ഉയർപ്പിന് സാക്ഷികളാകാൻ സാധിക്കുന്നുണ്ടോ? യേശുവിന്റെ ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷ്യം പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മെ യേശുവിന്റെ ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷികളാകാൻ വേണ്ടി
പ്രാപ്തരാക്കാത്ത, ശക്തി നൽകാത്ത ആത്മാവ് പരിശുദ്ധാത്മാവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. I doubt whether we have received the Spirit of God, the Holy Spirit, whether that Spirit is from God or not. If that Spirit doesn't move you and me to bear witness to the empty tomb of Jesus Christ. സഭയ്ക്കകത്ത് ഇവിടെയൊക്കെ ആണെങ്കിൽ ഇന്ന് വെളുപ്പാങ്കാലം മുതൽ ഒത്തിരി മെസ്സേജസ് വന്നു തുടങ്ങി, ഹാപ്പി ഈസ്റ്റർ പറഞ്ഞുകൊണ്ട്. അവിടെയൊക്കെ ഇനിയും കുറച്ച് മണിക്കൂറുകളും കൂടെ ഉണ്ട്. ഈ പ്രത്യേക ആണ്ടിൽ ഒരിക്കല് ഈസ്റ്റർ സൺഡേ ആഘോഷിക്കുന്ന അന്ന് യേശു ഉയർത്തെഴുന്നേറ്റെന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നതല്ല യേശുവിന്റെ ഉയർപ്പിന്റെ സാക്ഷികൾ. യേശുവിനെ വിശ്വസിക്കാത്ത, യേശുവിനെ അറിയാത്ത ജനത്തിന്റെ ഇടയിലേക്കും ഇറങ്ങിച്ചെന്നിട്ട് യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്നും യേശു ഒരു കുറ്റവും ചെയ്യാഞ്ഞിട്ടും 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കപ്പെട്ടിട്ടും 6 പേർ യേശുവിന്റെ നിരപരാധിത്വത്തിന് സാക്ഷ്യം പറഞ്ഞിട്ടും അതൊന്നും പരിഗണിക്കാതെ ശിക്ഷ വിധിക്കാൻ അധികാരമുള്ള ന്യായാധിപൻ 3 തവണ ഇവനിൽ കുറ്റമില്ലെന്ന് ഏറ്റുപറഞ്ഞിട്ടും നമ്മുടെയൊക്കെ പാപം സ്വയം തന്റെ മേൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട് മരിച്ച ഒരു യേശു ഉണ്ടെന്നും അവൻ സ്വന്തം പാപം കൊണ്ടല്ല മരിച്ചത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയും പാപങ്ങൾ നിമിത്തവുമാണ് മരിച്ചത് എന്നതിനാൽ അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നേക്കും ജീവിക്കുന്നു എന്നും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി സാക്ഷ്യം പറയുവാൻ എന്നെയും നിങ്ങളെയും ഇന്നും പരിശുദ്ധാത്മാവ് ഉദ്ബോധിപ്പിക്കുകയാണ്. ഇന്നും ഞാൻ പറയാം, 1-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് വരെ തുടർന്നു വന്ന ഒരു സംഭവമാണ്. നാം ദൈവത്തിന്റെ വചനം അനുസരിക്കാനും യേശുവിനെ സാക്ഷീകരിക്കാനും ഒരുക്കമായാൽ ഇന്നും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ തന്നെയായിരിക്കും. എതിർപ്പുകളും ജയിലറകളും തന്നെയായിരിക്കും. ഒരുപക്ഷെ പത്മോസ് ദ്വീപ് പോലെയുള്ള നാട് കടത്തപ്പെടുന്ന അനുഭവങ്ങളും രക്തസാക്ഷികളായി തീരുന്ന അനുഭവങ്ങളുമായിരിക്കും. എങ്കിലും നാം അതിൽ നിന്നും പിന്മാറരുത്. സ്തോത്രം. So John introduced himself as our brother, companion, partaker in sufferings, kingdom and patience of Jesus Christ, and one who was abiding with the word of God, one who was a witness to Jesus Christ. ഇതിൽ നിന്നെല്ലാം യോഹന്നാന് കിട്ടിയ കാര്യം തടവും ഏകാന്തതകളും നാടുകടത്തലുമായിരുന്നു. അതേ പ്രിയരെ, സ്തോത്രം. യേശുവിൽ വിശ്വസിച്ചാൽ വിഷയങ്ങളില്ല, പ്രശ്നങ്ങളില്ല, രോഗം വരില്ല എന്നൊക്കെ പ്രസംഗിച്ചും പഠിപ്പിച്ചും നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്തോത്രം. ചൈനയിൽ കൊറോണ വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ കേരളത്തിലെ ചില പ്രത്യേക പാസ്റ്റർമാർ കേരളത്തെ മുഴുവനും യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര വെച്ച പോസ്റ്റുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. കൊറോണ ചൈനയിൽ വന്നു എന്ന് കേട്ടതേ ഉള്ളൂ. ഇവിടെ കേരളത്തെ മുഴുവനും യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടിട്ട് ഒരു ഭയങ്കര പ്രഖ്യാപനം നടത്തി. കേരളത്തെ തൊടത്തില്ല കൊറോണ, കേരളത്തിൽ കൊറോണയ്ക്ക് വരാൻ പറ്റില്ല, യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടിരിക്കുക. പ്രിയരെ, ഇങ്ങനെയൊക്കെയുള്ള അബദ്ധ ഉപദേശങ്ങൾ പുതിയ നിയമത്തിൽ ഇല്ലെന്ന് നാം തിരിച്ചറിയണം. ഇവിടെ നല്ല ഒരു തെളിവാണ് യോഹന്നാൻ. യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ, യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ എന്നതിനേക്കാൾ നാം വായിക്കുന്നത് യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ. അപ്പോൾ യേശു ഏറ്റവും അധികം ഒരു ശിഷ്യനെ സ്നേഹിച്ചാൽ, ഒരു ക്രിസ്ത്യാനിയെ സ്നേഹിച്ചാൽ, അവന് കൊടുക്കുന്നത് പത്മോസ് ആണോ? അതും ഈ പ്രായത്തിൽ? സ്തോത്രം. നമ്മിൽ പലരും ചിന്തിക്കുന്നത് എന്താ? യേശുവിന് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മോട് സ്നേഹമുണ്ടെങ്കിൽ ദൈവം നമുക്ക് എന്ത് തരുമെന്ന നമ്മുടെ വിശ്വാസം.
നമ്മുടെ ഏറ്റുപറച്ചിൽ നാം പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ. സ്തോത്രം. ഓർക്കണമേ, കർത്താവിന് നമ്മോട് സ്നേഹമുണ്ടെങ്കിലും നാം കർത്താവിനെ അത്യധികം സ്നേഹിക്കുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും എതിർപ്പുകളും ഒറ്റപ്പെടുത്തലുകളും സംഭവ്യമാണ്. Here John was the disciple whom the Lord Jesus loved the most. But that disciple, the mostly beloved disciple of Christ, during this old age of his life, he is now put into this much trouble, into a place, an isle, Patmos. ഏകാന്തതയുടെ ഈ അവസ്ഥയിലേക്ക് യോഹന്നാൻ തള്ളപ്പെട്ടുവെങ്കിൽ നാമും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ചാൽ, കർത്താവ് നമ്മളെ സ്നേഹിച്ചാലും, ഓർക്കണമേ, നമ്മുടെയും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കാത്തിരിപ്പുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പോടുകൂടെ മാത്രമേ നാം നമ്മുടെ ചുവടുകളെ വെക്കാവൂ. എന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ വചനം അനുസരിച്ചതുകൊണ്ടും യേശുവിന്റെ സാക്ഷി ആയതുകൊണ്ടും പത്മോസിലേക്ക് ആരുമില്ലാതെ നാടുകടത്തപ്പെട്ട യോഹന്നാനെ ഒറ്റയ്ക്കാക്കുവാൻ അവനെ സ്നേഹിച്ച യേശു കർത്താവ് തയ്യാറായില്ല. പകരം യേശു കർത്താവ് എഫെസോസിൽ തന്നെ യോഹന്നാനെ സൂക്ഷിച്ചു നിർത്താതെ പത്മോസിലേക്ക് പറഞ്ഞു വിട്ടെങ്കിലും ഒരു വലിയ പാഠവും കൂടെ യോഹന്നാനെ പഠിപ്പിച്ചു. ഇന്ന് എനിക്കും നിങ്ങൾക്കും അത് ഒരു വലിയ പാഠമാണ്. അവിടെയാണ് നാം ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത്. How Jesus made himself available for this suffering servant, suffering apostle and banished man of God. ഒറ്റയ്ക്കാക്കപ്പെട്ട തന്റെ ഉയർപ്പിന്റെ സാക്ഷ്യം നിമിത്തം, തന്റെ വചനത്തിന്റെ അനുസരണ നിമിത്തം ഒറ്റയ്ക്കാക്കപ്പെട്ട ഭക്തനെ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കുവാൻ ഒരുക്കമാകാതിരുന്ന യേശു തന്നെ ആ ശിഷ്യന് അവൈലബിൾ ആക്കി കൊടുത്ത, തന്നെ ആ ശിഷ്യന് ഏൽപ്പിച്ചു കൊടുത്ത ഒരു കർത്താവ്. സ്തോത്രം. അതിനാധാരമായി ഞാനൊരു വാക്യം കൂടെ ഉദ്ധരിച്ചിട്ട് ഈ ഭാഗം പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യം ഇതേ യോഹന്നാൻ 14-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 21ഉം 23ഉം വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. John 14:21 and 23. ആ രണ്ട് വാക്യങ്ങളിൽ യേശു കർത്താവിന്റെ വചസ്സുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. If the Lord loves a Christian, what shall he be given with? Verse 21 says, I will reveal myself to him. 21-ാം വാക്യത്തിൽ വായിക്കുന്നു. Verse number 21 says, if we love the Lord, we will obey his commandments. If we will obey his commandments or his word, the Father will love us. If the Father God would be loving you and me, that love won't be demonstrated in our promotion, in our appointment of a new, better job, better situation, not with visa related things, not with luxurious gifts, but that Jesus said, if my Father loves the one who obeys my commandments, first of all, verse number 21 says, I will reveal myself to him. ഞാൻ എന്നെ തന്നെ അവന് വെളിപ്പെടുത്തും. സ്തോത്രം. എത്ര വലിയ കാര്യമാ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിന് നമ്മോട്
തന്നെ കുറിച്ച് തന്നെ ഇനിയും വെളിപ്പെടുത്തുവാനായിട്ടുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളം ഭൗമിക നന്മകളല്ല കേട്ടോ. സ്തോത്രം. ദൈവസ്നേഹത്തിന്റെ അടയാളം ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടുകളുടെ ആഴമാണ്. സ്തോത്രം. വെളിപ്പാടുകളുടെ ആഴമാണ്. 2:23 വാക്യത്തിൽ പറയുന്നു, പിതാവ് സ്നേഹിച്ചാൽ എന്ത് ലഭിക്കുമെന്ന, ഞങ്ങൾ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുന്ന ഭക്തൻ ജയിലിലാണെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ജയിലിൽ വരും. കർത്താവിനെ സ്നേഹിക്കുന്ന ഭക്തൻ കൊറോണയുടെ ക്വാറന്റൈനിലാണെങ്കിൽ കർത്താവ് അവിടെ നമ്മുടെ കൂടെ വരും. ICUലാണെങ്കിൽ നമ്മുടെ കർത്താവ് അവിടെ നമ്മുടെ കൂടെ വരും. സ്തോത്രം. പത്മോസിലാണെങ്കിൽ നമ്മുടെ കർത്താവ് അവിടെ നമ്മുടെ കൂടെ വരും. ഇതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ ഉണ്ടോ? സ്തോത്രം. ഈ 2 കാര്യങ്ങൾ യോഹന്നാന് ഇവിടെ കർത്താവ് ചെയ്തു കൊടുത്തു. എന്തൊക്കെ? തന്നെ തന്നെ കൂടുതലായിട്ട് വെളിപ്പെടുത്തി. 2, പിതാവും പുത്രനും കൂടെ, പരിശുദ്ധാത്മാവ് ഓൾറെഡി ഉണ്ട് കൂടെ, പിതാവും പുത്രനും കൂടെ, ത്രിയേക ദൈവം വന്ന് അവന്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. ഇന്നും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, വചനം അനുസരിക്കുന്നെങ്കിൽ, യേശുവിന്റെ സാക്ഷ്യം നാം പ്രസ്താവിച്ച് മറ്റുള്ളവരോട് യേശുവിനെ അറിയിക്കുന്നെങ്കിൽ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ സംഭവിക്കാം, പകർച്ചവ്യാധികൾ നമ്മെ പിടിക്കാം, മഹാവ്യാധികൾ ഒരുപക്ഷെ നമുക്കും ഉണ്ടാകാം, ലോകക്കാരെ പോലെ. സ്തോത്രം. ലോകത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കും ഉണ്ടാകാം, അതിൽ കൂടുതലും നമുക്കുണ്ടാകാം. എന്നാൽ ലോകക്കാർക്കില്ലാത്ത 2 പ്രത്യേക അനുഭവങ്ങൾ നമുക്ക് ക്രിസ്തുവിലൂടെ അനുഭവിക്കാം. ഒന്ന്, നമുക്ക് അതുവരെയും ഇല്ലാത്ത ദൈവിക വെളിപ്പാടുകൾ, കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളുടെ ശ്രേഷ്ഠതകൾ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. 2, സ്തോത്രം, നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നാം ഇട്ടിരിക്കുന്ന വസ്ത്രത്തെക്കാൾ നമുക്ക് അടുത്തറിയുവാൻ സാധിക്കും. സ്തോത്രം. നമ്മുടെ മാംസത്തെ പൊതിഞ്ഞിരിക്കുന്ന ഈ സ്കിൻ, ത്വക്കിനേക്കാൾ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് ഇതിനേക്കാൾ വലിയൊരു ശ്രേഷ്ഠത വേറെ ഇല്ല. അത് യോഹന്നാൻ അനുഭവിക്കാൻ പറ്റിയോ? അനുഭവിക്കുവാൻ കഴിഞ്ഞു. അത് മുഴുവനും വിവരിക്കുവാൻ നമ്മുടെ മുമ്പിൽ നേരമില്ലാത്തത് കൊണ്ട് എനിക്ക് അനുവദിച്ച ആ സമയത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അല്പനേരം കൂടെ ആ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. ഇങ്ങനെയുള്ള യോഹന്നാൻ 14:21-23 അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണ് യേശുവിനെ അനുഭവിച്ചത്. യോഹന്നാന് യേശുവിനെ അനുഭവിക്കുവാൻ കഴിഞ്ഞെങ്കിൽ നമുക്കും അനുഭവിക്കുവാൻ സാധിക്കും. എങ്ങനെ അനുഭവിക്കുവാൻ സാധിച്ചു? 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, സ്തോത്രം, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. I was in the spirit. I was in the spirit. Yes, beloved, it is possible that even when you are in Patmos, even when you are alone, even when you are in a quarantine, it's quite possible that we can be still filled with the Spirit. We can have the infilling. We can have the empowerment. We can have the enjoyment of the Spirit of God. നമ്മുടെ ജീവിതത്തിന്റെ പത്മോസിൻ അനുഭവങ്ങളിലും ഒറ്റപ്പടിയിലിന്റെ അനുഭവങ്ങളിലും ഒക്കെ പോലും വേറെ ആരുമില്ലെങ്കിലും നമുക്ക് ദൈവത്തിന്റെ ആത്മശക്തി അനുഭവിക്കുവാൻ കഴിയും, ആത്മവിവശത അനുഭവിക്കുവാൻ കഴിയും. നമുക്ക് ആഴ്ചകളായിട്ട് ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്തു കൂടി കൂട്ടായ്മ ആചരിക്കുവാൻ സാധിക്കുന്നില്ല. പതിവ് പോലെ ഒരുപക്ഷെ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ വെച്ച് പാട്ടുപാടിയൊന്നും നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ച് ആത്മനിറവ് അസാധ്യമല്ല കേട്ടോ. നാം ഒറ്റയ്ക്ക് വീട്ടിലായിരിക്കുമ്പോഴും ഇൻസ്ട്രുമെന്റ്സ് ഇല്ലെങ്കിലും കൂടെ പാടാൻ ആളില്ലെങ്കിലും ഒറ്റയ്ക്കും എനിക്ക് നിങ്ങൾക്കും ആത്മനിറവ് സാധ്യമാണെന്ന്, പരിശുദ്ധാത്മ നിറവ് സാധ്യമാണെന്ന് ഈ ഭാഗം നമ്മെ വ്യക്തമാക്കുന്നു.
ഇതുവരെയും ഈ ക്വാറന്റൈൻ ടൈമിൽ, ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വീടുകളിൽ ഇരുന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആത്മനിറവ് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആത്മനിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഈ നേരം മുതൽ കർത്താവിനോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കൂ. സഭാഹോളിൽ ഇരുന്ന് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനേക്കാൾ, ആത്മശക്തി പ്രാപിക്കുന്നതിനേക്കാൾ സ്വാതന്ത്ര്യത്തോടുകൂടെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ആത്മനിറവിന്റെ നിർവൃതി പ്രാപിക്കുവാൻ സാധിക്കും. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise God. This is quite possible that we are alone at home. We may be locked down in quarantine, but still we can experience the power of the Holy Spirit, the presence of the Holy Spirit. We can be in the Spirit as John was in the Spirit, as we read in verse number 10. Then, രണ്ടാമത്തെ സംഗതി, യോഹന്നാൻ യേശുവിനെ അനുഭവിച്ചത് അവിടെ നാം വായിക്കുന്നു, and I heard behind me a great voice like the calling of a war trumpet. അവിടെ യോഹന്നാൻ യേശുവിനെ അനുഭവിച്ച രണ്ടാമത്തെ സംഗതി, he could hear the voice of Christ. ക്രിസ്തുവിന്റെ ശബ്ദം അവന് കേൾക്കുവാൻ കഴിഞ്ഞു. That means യോഹന്നാനോട് ഇവിടെ സംസാരിക്കാൻ വേറെ ആരുമില്ല. പക്ഷേ അവനെ സ്നേഹിച്ച യേശു അവനോട് സംസാരിക്കാതിരുന്നില്ല. മനുഷ്യരും മുഴുവനും നമ്മോട് സംസാരിക്കാതിരിക്കട്ടെ, മനുഷ്യരുടെ മുഴുവനും ടോക്കിംഗ് ടേംസ് നമ്മിൽ നിന്നും അകന്നു പോകട്ടെ, സാരമില്ല. പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും വചനം അനുസരിക്കുന്നവരുമാണെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കാതിരിക്കില്ല. സ്തോത്രം. തന്റെ ഭക്തനോട് സംസാരിക്കുന്ന യേശു, തന്റെ ഭക്തനെ ആത്മാവിൽ നിറയ്ക്കുന്ന ദൈവം, തന്റെ ഭക്തനോട് കൃത്യമായി സംസാരിക്കുന്ന കർത്താവ്, ഇന്നു മുതലും നമുക്ക് നിരന്തരം കർത്താവിന്റെ ശബ്ദം കേൾപ്പാനിടയാകട്ടെ. യോഹന്നാൻ 10-ാമത്തെ അധ്യായത്തിൽ, സ്തോത്രം, കർത്താവ് പറഞ്ഞത് യോഹന്നാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. My sheep will hear my voice. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. പ്രിയരെ, യേശു എന്ന ഇടയന്റെ ശബ്ദം നാം കേൾക്കുന്നെങ്കിൽ യേശു എന്ന ഇടയന്റെ ആടുകളാണ്. യേശുവിന്റെ ആടുകളാണ് നാമെങ്കിൽ നാം യേശു എന്ന ഇടയന്റെ ശബ്ദം കേൾക്കും. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഈ ക്വാറന്റൈൻ ടൈമിലെങ്കിലും നമുക്ക് കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. ഞാനീ പറയുന്നത് പ്രസംഗത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമല്ല, പ്രവാചകൻ പറയുന്ന ശബ്ദമല്ല. നമ്മൾ നേരിട്ട് ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ? ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Would you please listen to the Lord? കർത്താവിന്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ നാം അല്പം ഒന്ന് നിൽക്കുമോ? നമ്മളൊക്കെ പ്രവാചക ഭാഷയിൽ കേട്ടിട്ടുണ്ടല്ലോ, ശൗലിനോട്, പഴയ നിയമത്തിലെ ശൗലിനോട് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിപ്പാൻ നീ അല്പം നിൽക്കുക. കർത്താവ് നമ്മോട് പറയുന്ന ശബ്ദമാത്. എത്രയോ പ്രാവശ്യം നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ഇറങ്ങി വന്നു, പക്ഷെ നമുക്ക് നേരെ ഇല്ലായിരുന്നു. We were so busy. കുറെ നാൾ മുമ്പ് ഞാൻ ഗുഡ് ന്യൂസ് വാരികയിൽ ഒരു ചെറിയ കോളം വായിച്ചു. ഒരമ്മ 5 വയസ്സുള്ള കുഞ്ഞിനെ ഉറക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ബൈബിളിലെ കാര്യങ്ങൾ പറഞ്ഞാണ് ഉറക്കിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം കുഞ്ഞിനെ ഉറക്കുമ്പോൾ മമ്മി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് കർത്താവിന്റെ വരവിനെ കുറിച്ചാണ്. കർത്താവിന്റെ വരവിനെ കുറിച്ച് കേട്ട് ഏകദേശം ഉറങ്ങിപ്പോയ കുഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കട്ടിലേലങ്ങിരുന്നു. വിഷമിച്ച് കുഞ്ഞ് മമ്മിയോട് ചോദിച്ചു, മമ്മി, ഇപ്പൊ യേശുപ്പച്ചൻ വരുമ്പം എന്റെ പപ്പായെ കൊണ്ടുപോകാൻ ഒക്കത്തില്ലല്ലോ? അപ്പൊ മമ്മി പറഞ്ഞു, ഇല്ല മോളെ, പപ്പായും രക്ഷിക്കപ്പെട്ടതാ, മോന്റെ പപ്പായ അതുകൊണ്ട് യേശു കർത്താവ് കൊണ്ടുപോകും. അപ്പൊ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയാ, മമ്മി, പപ്പ രക്ഷിക്കപ്പെട്ടതാ,
യേശു കർത്താവ് കൊണ്ടുപോകും. പക്ഷേ യേശുപ്പച്ചൻ പപ്പായെ കൊണ്ടുപോകാൻ വിളിക്കുമ്പോഴും പപ്പ യേശുപ്പച്ചയോട് പറയും, എനിക്കിപ്പം നേരമില്ല, ഞാൻ ഇച്ചിരി ബിസിയാണ്. അങ്ങനെ പറഞ്ഞ് പപ്പ അങ്ങ് പോകത്തില്ലയോ? സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ എന്തൊരു ഓട്ടമായിരുന്നു. ഞങ്ങൾ ഉപദേശിമാര് ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും നേരമില്ല. പക്ഷെ പ്രസംഗത്തിന്റെ തിരക്കാ, മീറ്റിംഗിന്റെ തിരക്കാ. No time to be with the Lord. No time to listen to the Lord. No time to hear from the Lord. We were so busy. May not be in sinful actions. May not be in worldliness. Even ഞങ്ങൾ ശുശ്രൂഷകന്മാരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. We are often busy, but the question comes whether for the Lord or with the Lord. We are often busy for the Lord, just as Auntie Martha. But the Lord wants us to be like Auntie Mary, who was busy with the Lord. കർത്താവിന് വേണ്ടി നാം പലപ്പോഴും തിരക്കുള്ളവരായിരിക്കുമ്പോൾ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത് കർത്താവിന് വേണ്ടി തിരക്കുള്ളവരായിരിക്കാനല്ല, കർത്താവിന്റെ കൂടെ തിരക്കുള്ളവരായിരിക്കാനാ. ലിസൺ, വെയിറ്റ് അൺടു ദ ലോർഡ്. കർത്താവിൽ നിന്ന് കേൾക്കാൻ നമ്മൾ കാത്തിരിക്കണം. ഇവിടെ യോഹന്നാൻ പത്മോസിലായിരുന്നപ്പോൾ കാഹളനാദത്തിനൊത്ത ശബ്ദം അവൻ പുറകിൽ കേട്ടു. ഇന്നും നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ് നമ്മൾക്കുള്ളത്. സ്തോത്രം. നമ്മുടെ കർത്താവിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ചെവി മാത്രമല്ല, നമ്മളോട് സംസാരിപ്പാൻ അധരങ്ങളുമുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. ഇന്ന് നമുക്കൊന്നും പറയാനില്ല, സമയമില്ലെന്ന്. നമുക്കൊക്കെ ഇന്ന് ആവശ്യം പോലെ സമയമുണ്ട്. ഈ സമയങ്ങളെങ്കിലും നാം കർത്താവിൽ നിന്ന് കേൾക്കാനായിട്ട് വിനിയോഗിക്കണം. വേറെ ഒന്നിനും വേണ്ടി നാം വിനിയോഗിക്കരുത്. സ്തോത്രം. ഉറങ്ങിത്തീർക്കാൻ, സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കാൻ, TV കണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, കുക്ക് ചെയ്ത്, എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത്, അതൊക്കെ ചെയ്തു. പക്ഷെ അതിനേക്കാൾ അധികം നാം സമയം ചെലവഴിക്കേണ്ടത് ദൈവസന്നിധിയിലാണ്. ഉപവാസത്തോടെ കഴിയുമെങ്കിൽ ഉപവാസത്തോടെ കാത്തിരിക്കൂ. ദൈവമേ, എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. വേറെ ആരുടെ ശബ്ദം കേൾക്കുന്നതിനേക്കാളും അധികം, ഒരു മെഡിക്കൽ ഓഫീസറിന്റെ വാക്കുകളെക്കാൾ, ഒരു സയന്റിസ്റ്റിന്റെ വാക്കിനേക്കാൾ, ഒരു ഡോക്ടറുടെ, ഒരു നമ്മുടെ പ്രസിഡന്റിന്റെ വാക്കുകളെക്കാൾ, കർത്താവേ, എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം. അങ്ങനെ അങ്ങയുടെ ആടായി, ഷീപ്പായിട്ട് കണ്ടിരിക്കുന്നെങ്കിൽ, I want to hear the voice of my shepherd. എന്റെ ഇടയന്റെ ശബ്ദം എനിക്ക് കേട്ടേ പറ്റുകയുള്ളൂ. എത്ര നാളായി സഹോദരങ്ങളെ നാം ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട്? എനിക്കറിയാം, എന്റെ കേൾവിക്കാരിൽ ചിലരെങ്കിലും ഒരിക്കൽ പോലും ദൈവശബ്ദം കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ആവർത്തിക്കുന്നു, പ്രസംഗത്തിന്റെ ശബ്ദമല്ല. നമ്മൾ പറയും ഇന്നത്തെ സന്ദേശം എന്നോടായിരുന്നു എന്ന്. ആയിക്കോട്ടെ, പക്ഷേ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തിപരമായി ദൈവശബ്ദം നമുക്ക് ഈ ദിവസങ്ങളിൽ കേൾക്കണം. സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ്, എന്നെ വഴക്ക് പറഞ്ഞതാണേലും സാരമില്ല, എന്നോടൊന്ന് സംസാരിക്കും. സ്തോത്രം. എന്നെ അടിക്കുന്നതാണേലും സാരമില്ല, നീ എന്നെ ടച്ച് ചെയ്യാൻ. സ്തോത്രം. അതെ, കർത്താവിന്റെ ശബ്ദം നമുക്ക് കേൾക്കണം. The Lord spoke to John. അപ്പോൾ സംസാരിക്കുന്ന യേശു, ആത്മാവിൽ നിറയ്ക്കുന്ന യേശു. 2, നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുന്ന യേശു. സ്തോത്രം. എന്നിട്ട് നാം വായിച്ചത് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം നാം അവിടെ കാണുന്നത് a commissioning Jesus. A commissioning Jesus. അവിടെ യേശു കർത്താവ് പറയുകയാണ്, എന്താ, നീ കാണുന്നതൊക്കെ എഴുതി 7 സഭകൾക്ക് അയക്കുക.
സ്തോത്രം. Write promptly what you see in a book and send it to the 7 churches which are in Asia. ഇത്രയും നാളായിട്ടും യോഹന്നാന് ലഭിച്ചിട്ടില്ലാത്ത ഒരു നിയോഗം. സ്തോത്രം. മരണം മാത്രമാണ് മുൻപിലെന്ന് കരുതിയിരുന്ന യോഹന്നാനെ തേടിയെത്തിയ ഒരു പുതിയ നിയോഗം. ഇന്നും ഒരുപക്ഷെ നമ്മിൽ പലരുടെയും ജീവിതം തീരുന്നെന്ന്, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് സ്തോത്രം കരുതിയിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ഇല്ല, ഇതുവരെയും നാം ചെയ്തിട്ടില്ലാത്ത ചിലതിനു വേണ്ടി ഒരുപക്ഷെ ദൈവം നമ്മെ ഒരുക്കിയെടുക്കുന്ന ഒരുക്ക നാളുകളാകാം ഇത്. ദൈവം ഇതുവരെയും നമ്മെ ഏൽപ്പിച്ചിട്ടില്ലാത്ത ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുവാൻ വേണ്ടി നമ്മെ സജ്ജരാക്കുന്ന നാളുകളാകാം. Here comes the commissioning of Jesus. He commissioned John to write down the visions and send to 7 churches in Asia. So these may be a particular quarantine time that God prepares you and me for a new commission for the Lord. A new commission. ഒരു പുതിയ ദൗത്യത്തിനായി നമുക്ക് ഈ ദിവസങ്ങൾ ഒരുങ്ങാം. കർത്താവേ, എന്റെ ജീവിതത്തിലെ കഷ്ടതകൾ, എന്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകൾ സ്തോത്രം പുതിയ നിയോഗങ്ങൾക്ക് വഴിവെക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് സ്തോത്രം നമ്മെ നിയോഗിച്ചയക്കട്ടെ, പുത്തൻ ദർശനങ്ങൾ നൽകട്ടെ, പുതിയ നിയോഗങ്ങൾ തരട്ടെ, പുതിയ കർത്തവ്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കട്ടെ. സ്തോത്രം. ന്യൂ കമ്മീഷൻസ്. അപ്പോൾ ആത്മാവിൽ നിറയ്ക്കുന്ന കർത്താവ്, നമ്മോട് സംസാരിക്കുന്ന കർത്താവ്, നമ്മെ പുത്തൻ നിയോഗങ്ങൾ തന്ന് അയക്കുന്ന കർത്താവ്. സ്തോത്രം. നിയോഗങ്ങൾ തരുമ്പോൾ there would be anointings also. When there is a commissioning, a commission includes an anointing to fulfill that commission. നിയോഗം നമ്മെ ഏൽപ്പിച്ചാൽ അത് നിവർത്തിക്കാനുള്ള അഭിഷേകത്തോടു കൂടെ ആയിരിക്കും ദൈവം നമ്മെ നിയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മക്കളെ, നമുക്കൊരു പുതിയ നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കേണ്ട, നിയോഗത്തിന് വേണ്ടിയുള്ള അഭിഷേകവും അധികാരവും കൂടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. സ്തോത്രം. അത് ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാം. 5ാമത് നാം അവിടെ കാണുന്നത്, സ്തോത്രം, യോഹന്നാൻ തിരിഞ്ഞു നോക്കി. Verse number 12 says, Then I turned to see who was behind the voice speaking to me. Then I saw a person like a son of man. നാം അവിടെ കാണുന്നത്, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു നോക്കിയ യോഹന്നാന് കാണാൻ കഴിഞ്ഞത് തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. സ്തോത്രം. 5ാമത്തെ സംഗതി, യോഹന്നാൻ 14:23 നമ്മൾ വായിച്ചതുപോലെ, he experienced the presence of the risen Christ, experienced the presence of glorified Christ. യേശു ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട സാന്നിധ്യം യോഹന്നാന് ഇവിടെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെയെങ്കിൽ നാം ആയിരിക്കുന്ന ഇടത്ത്, ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മോട് കൂടെ വന്ന് പാർക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ദാവീദ് പറയുന്നു, മരണത്തിന്റെ കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ പോയാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്താ? എന്റെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായതുകൊണ്ടൊന്നുമല്ല, ബട്ട് നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഏത് താഴ്വരയിലും നമുക്ക് പോകാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് രോഗങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കാം, ഏത് പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യാം. അതുകൊണ്ട് make sure in your troubles, in your enjoyments, in your pleasure sometimes and your pain sometimes, God is with you. Make sure both in pleasures and pains,
God is with you. ജീവിതത്തിന്റെ സന്തോഷവേളകളിലും വേദനാവേളകളിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കിക്കോണം. അതുകൊണ്ട് എപ്പോഴും തപ്പി നോക്കണം ജീവിതത്തിൽ കർത്താവ് ഉണ്ടോ. ഉണ്ടെങ്കിൽ പിന്നെ നോ വറി, നോ ആങ്സൈറ്റി, നോ ഫിയർ, നോ അൺസർട്ടനിറ്റി. കർത്താവിനെ മുറുകെ പിടിച്ചോണം. സ്തോത്രം. ഇവിടെ യോഹന്നാൻ ഒറ്റയ്ക്ക, ആരുമില്ല, മറ്റാർക്കും വരാൻ പറ്റില്ല. പക്ഷേ ഇവിടെ യേശു കർത്താവ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. നമ്മുടെയും ജീവിതത്തിന് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മറ്റാർക്കും നമ്മുടെ അടുക്കൽ വരാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ അവിടെയും നമ്മെ ഒറ്റയ്ക്ക് വിടുന്നവനല്ല നമ്മുടെ കർത്താവ്. സ്തോത്രം. നമ്മുടെ കൂടെ വരുന്നവനാണ് യേശു. ഇന്നും ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചു കൊള്ളണം. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതവസ്ഥയിലും കർത്താവ് കൂടെ ഉണ്ട് എന്ന കാര്യം ഉറപ്പാക്കണം. എവിടെയെങ്കിലും വെച്ച് കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ ഗോ ബാക്ക് ആൻഡ് ബ്രിങ് ഹിം ബാക്ക്. നാം തിരിച്ചു പോവുക. എവിടെയാണ് കർത്താവ് നമ്മെ വിട്ടുപോയത് അവിടേക്ക് മടങ്ങിച്ചെല്ല്. ഹി മേ ബി സ്റ്റിൽ ദെയർ. ഒരുപക്ഷെ കർത്താവ് ഇപ്പോഴും അവിടെ തന്നെ കാണും. കർത്താവിനെ കൂട്ടിക്കൊണ്ട് നാം യാത്ര തുടരുക. സ്തോത്രം. reconcile with him that he may join you and me. നമ്മോട് കൂടെ കർത്താവ് വരേണ്ടതിന് നമുക്ക് നമ്മുടെ ജീവിതം കർത്താവുമായിട്ട് നിരപ്പുള്ളതായിട്ട് തീരണം. സ്തോത്രം. അപ്പോൾ തേജസ്കരിക്കപ്പെട്ട യേശുവിന്റെ സാന്നിധ്യം അവിടെ നാം കാണുന്നു. സ്തോത്രം. എന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്. നാം താഴോട്ട് വരുമ്പോൾ വേഴ്സ് നമ്പർ 17, 17ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, he laid his right hand on me, a touching Jesus. He touches. നമ്മെ സ്പർശിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു മരണ വീട്ടിലൊക്കെ പോയാല് ആ മരിച്ചവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ, നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതരായിരിക്കും. ചെന്നിട്ട് നമ്മള് ഒന്നും പറയത്തില്ല. പക്ഷെ നമ്മുടെ കൈ അവരുടെ പുറത്തോട്ട് തോളയിലോട്ടൊന്ന് വെക്കത്തേ ഉള്ളൂ. ചിലപ്പോൾ അവരുടെ കയ്യിൽ നമ്മൾ കയറി ഒന്ന് പിടിക്കുകയുള്ളൂ. ആ സ്പർശനത്തിന് ഒരു നീണ്ട പ്രസംഗത്തെക്കാൾ വലിയ സന്ദേശം കൈമാറാനുണ്ട്. ആ സ്പർശനത്തിന് ഒരു ധൈര്യം പകരുവാനായിട്ടുണ്ട്. രാത്രിയിലൊക്കെ ഇരുട്ടത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഉറക്കത്തിനിടയിൽ കുഞ്ഞുങ്ങൾ കരയുകയും ഞെട്ടുകയും ചെയ്യും. നമ്മൾ ഉടനെ ലൈറ്റൊന്ന് വിട്ട് കുഞ്ഞുങ്ങളോടൊന്നും പറയില്ല. നമ്മളും വളരെ ഉറക്കത്തില്ല. പക്ഷെ ചെറിയൊരു ബോധം, കുഞ്ഞ് കരയുന്നു, ഞെട്ടുന്നു. നമ്മൾ കിടന്ന കിടപ്പിൽ തന്നെ നമ്മുടെ കൈയെടുത്ത് നമ്മുടെ കുഞ്ഞിന്റെ മുകളിലേക്ക് ഒന്ന് വെക്കുന്നു. അപ്പന്റെയോ അമ്മയുടെയോ കൈയുടെ സ്പർശം, എ മിയർ ടച്ച്, ആ കുഞ്ഞിന് ഉറക്കത്തിന്റെ മധ്യത്തിലും അനുഭവിക്കാൻ കഴിയുമ്പോൾ കുഞ്ഞിന്റെ ഞെട്ടലും കരച്ചിലും മാറുന്നു. സ്വസ്ഥമായി കുഞ്ഞ് വീണ്ടും ഉറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ശാന്തമായ സ്വരത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെയും ഒത്തിരി ഞെട്ടലുകൾ, ഭയങ്ങൾ, ജീവിതത്തിന്റെ ഒത്തിരി ആശങ്കകളിലൊക്കെ നടുവിൽ ചിലപ്പോൾ ദൈവം നമ്മോടൊന്നും ഇറങ്ങി വന്ന് സംസാരിച്ചെന്ന് വരില്ല. സംസാരിക്കുന്നില്ലെങ്കിലും സാരമില്ല, കർത്താവിന്റെ സ്പർശമുണ്ടെന്ന് നാം ഉറപ്പുവരുത്തണം. അവന്റെ സ്തോത്രം സ്നേഹമസൃണമായ ശാന്തമായ ശബ്ദമില്ലാത്ത സ്പർശം മതി നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മെ സന്തോഷിപ്പിക്കുവാൻ. ഇവിടെ യോഹന്നാനെ സ്പർശിച്ച യേശുവിനെ നമുക്ക് കാണാം. നമുക്കും കർത്താവിനോട് പറയാം, കർത്താവേ, യോഹന്നാനെ തൊട്ടതുപോലെ എന്റെ ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളിൽ, ഭയങ്ങളിൽ, ജീവിതത്തിന്റെ വഴിത്തിരിവുകളിൽ അങ്ങയുടെ സ്പർശം എനിക്കും ഒന്ന് അനുഭവിക്കുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ തൊടുന്ന കർത്താവാ, സാന്ത്വനിപ്പിക്കുന്ന കർത്താവാ. This is a comforting touch. That means a comforting Jesus, a comforting master, a touching Christ. കർത്താവ് നമ്മെ തൊട്ട് ആശ്വസിപ്പിക്കുന്ന കർത്താവാ. സ്തോത്രം. ഹല്ലേലൂയ.
എന്നിട്ട് പറയുന്നു, ഭയപ്പെടേണ്ട. Don't be afraid. സ്തോത്രം. The one who encourages us. നമ്മെ ധൈര്യപ്പെടുത്തുന്ന യേശു. Don't be afraid. നമ്മെ ധൈര്യപ്പെടുത്തുന്ന യേശു, നമുക്ക് ബലം പകരുന്ന യേശു. അതാണ് അടുത്തത് നാം അവിടെ കാണുന്നത്. തീർന്നില്ല, വീണ്ടും അവിടെ പറയുന്നു, സ്തോത്രം, വേഴ്സ് നമ്പർ 18, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. There again, Christ is revealing himself, and also he says, no need to fear even death, because the key is with me. No Domitian, no emperors, no political leaders, no religious leaders, no influential persons, even no satanic powers can lose death for you. It's in my control. Where Jesus is telling that I am still in control of. ഇവിടെ കർത്താവ് പറയുകയാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും സകലവും, മരണം ഉൾപ്പെടെ സകലവും ഇപ്പോഴും എന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഇന്നും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, മരണം എവിടെയും വിതറട്ടെ, മരണം എവിടെയും പരക്കട്ടെ, ഒരു കാര്യം ഉറപ്പാക്കൂ, സ്റ്റിൽ അവർ ലോർഡ് ഈസ് ഇൻ ദ ഡ്രൈവർ സീറ്റ്. ഇപ്പോഴും കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നത് നമ്മുടെ കർത്താവാണെന്ന് ഉറപ്പുവരുത്തിക്കും. നമ്മുടെ കർത്താവാണ് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. വെദർ ഇറ്റ്സ് ഇൻ ദ ഫിനാൻഷ്യൽ കണ്ടീഷൻ, അത് റിസഷനുമായി ബന്ധപ്പെട്ട കാര്യമാകട്ടെ, ജോബിൻ്റെത്, സാലറിയുടേത്, രോഗത്തിൻ്റെതൊക്കെ ആകട്ടെ, നോ ദാറ്റ് അവർ ഗാഡ് ഈസ് സ്റ്റിൽ ഇൻ കൺട്രോൾ ഓഫ്. ഇപ്പോഴും സകലത്തിന്റെയും നിയന്ത്രിതാവ് ദൈവമാണ്. കൊറോണയല്ല, വൈറസസ് അല്ല, പൊളിറ്റിക്സ് അല്ല, വേറെ സയൻസ് അല്ല, ഒന്നുമല്ല. നമ്മുടെ അപ്പൻ, നമ്മുടെ ദൈവമാണ് ഇപ്പോഴും സകലവും നിയന്ത്രിക്കുന്നത്. ഇന്ന് പകൽ നമുക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ നമ്മെ പൂർണ്ണമായും ഈ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ സാധിക്കും. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. സോറി, ഐ ടുക്ക് മോർ ടൈം. ഞാൻ കുറച്ച് സമയം കൂടുതലെടുത്തു, ക്ഷമിക്കണം. ഇന്ന് നമുക്ക് നമ്മെ സമർപ്പിക്കാം. യോഹന്നാന്റെ ജീവിതാനുഭവങ്ങൾ ഒത്തിരി പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ ഒടുവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തിരി വിവരിക്കേണ്ടതാണ്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ്, ഹോംവർക്കുമായിട്ട് തരികയാണ്. ടൈം നമുക്കുണ്ടല്ലോ, സ്വയം നമുക്ക് ധ്യാനിക്കാം, ദൈവശബ്ദം കേൾക്കാം. ഇന്നും നാം നന്നായിട്ടറിയുക, നാം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. നാം കർത്താവിന്റെ ആടുകളാണെങ്കിൽ അവനാണ് നമ്മുടെ ഉത്തരവാദി. He is our honor, he is responsible for us. ആ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. യോഹന്നാന് പത്മോസിൽ യേശുവിനെ അനുഭവിക്കാൻ കഴിഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്റെയും പത്മോസുകളിൽ, നമ്മുടെ ജീവിതത്തിന്റെയും ഏകാന്തതകളിൽ, പ്രശ്നങ്ങളിൽ, പ്രശ്ന സങ്കീർണതകളിൽ നമുക്കും നമ്മുടെ കർത്താവിനെ അതേപോലെ തന്നെ അനുഭവിക്കുവാൻ നമുക്കിന്ന് നമ്മെ സമർപ്പിക്കാം. നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ വകയുണ്ട്. ഈ നല്ല കർത്താവിനെ, ഈ ജീവനുള്ള കർത്താവിനെ, നമ്മളെ ഒറ്റയ്ക്ക് പത്മോസിൽ വിട്ടേച്ചു പോകാത്ത കർത്താവിനെ നമുക്കറിയാൻ, സ്തോത്രം, നമ്മെ ചെയ്യുവാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നല്ലോ. ആ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ഈ കർത്താവിന് വേണ്ടി ശിഷ്ടകാലം കഴിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.